Unix system structure. Unix system can be viewed as the set of layers. Lowermost layer is the hardware layer, which is not in the part of Unix operating system. Operating system is called the kernel of the system. The system kernel or kernel. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ട്രക്ചറാണ് പറഞ്ഞിരിക്കുന്നത്. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ആ ഒ എസിനെ ലെയേർഡ് സ്ട്രക്ചറായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ ലെയേർഡ് സ്ട്രക്ചറിൽ ഇന്നർ മോസ്റ്റ് അല്ലെങ്കിൽ ലോവർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഹാർഡ്വെയർ ലെയറാണ്. അതിനെ യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മൾ പറയുന്നതാണ് കേണൽ എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലാണ് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറയുന്നത്. ഇതിൽ ലോവർ ലെയർ എന്ന് പറയുന്നത് ഹാർഡ്വെയർ ലെയർ. ഇറ്റ് ഈസ് നോട്ട് ദ പാർട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഹാർഡ്വെയർ ആണ്. ബാക്കി എന്ന് പറയുന്നതാണ് ശരിക്കും ലെയേഴ്സ് എന്ന് പറയുന്നത്. കേണൽ, ദെൻ ഇതെന്ന് പറയുന്നത് ഷെല്ല്, ഇതെന്ന് പറയുന്നത് കമാൻഡ് അല്ലെങ്കിൽ യൂസർ പ്രോഗ്രാം ഇൻ്റർഫേസ്. അതിൽ ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് കേണൽ എന്ന്. കേണൽ ഈസ് ദ ലെയർ വെയർ ആക്ച്വൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോഡ് ആൻഡ് ഫംഗ്ഷൻ റിസൈഡ്. കേണലിലാണ് ശരിക്കും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആക്ച്വലായിട്ടുള്ള കോഡുകളും അതിൻ്റെ ഫംഗ്ഷൻസും ഉള്ളത്. ഇറ്റ് ഈസ് ഇൻ കംപ്ലീറ്റ് ഐസൊലേറ്റഡ് ഫ്രം യൂസർ പ്രോഗ്രാം. ഈ പറയുന്ന കേണൽ യൂസർ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ്. ദിസ് മേക്സ് ഇറ്റ് ഈസിയർ ഫോർ ദ പ്രോഗ്രാം ടു ബി പോർട്ടഡ് ഓൺ ദ അതർ സിസ്റ്റം പ്രൊവൈഡഡ് ദ കേണൽ ആർ സെയിം. ഇതിൽ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയും കേണൽസ് സെയിം ആയിരിക്കും. ബാക്കിയുള്ള പ്രോഗ്രാംസുമായിട്ട് കോമ്പാറ്റബിൾ ആയിട്ട് അല്ലെങ്കിൽ കോറിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ കേണലിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ലെയർ ആയിട്ട് പെർഫോം ചെയ്യിക്കുന്നത്. ഇഫ് എ യൂസർ പ്രോഗ്രാം വാണ്ട് ടു പെർഫോം എനി ടാസ്ക് ഇറ്റ് ക്യാൻ ഡു സോ ബൈ ടാക്കിംഗ് ടു ദ കേണൽ. പ്രോഗ്രാം ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കേണലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൂടെ കമ്മ്യൂണിക്കേഷൻ നടത്തും. ദ പ്രോഗ്രാംസ് ഇൻട്രാക്ട് വിത്ത് ദ കേണൽ ബൈ യൂസിങ് സിസ്റ്റം കോൾസ്. ആ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം കേണലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് സിസ്റ്റം കോൾസ് എന്ന് പറയുക. സിസ്റ്റം കോൾസ് ഇൻസ്ട്രക്ട് ദ കേണൽ ടു ഡു വേരിയസ് ഓപ്പറേഷൻ. നമ്മൾ ചെയ്യുന്ന ഏതൊരു ടാസ്ക് ആണെങ്കിലും ആപ്ലിക്കേഷൻ പ്രോഗ്രാം വഴി ചെയ്യുന്നത് എല്ലാം സിസ്റ്റം കോൾസ് കേണലിൽ കൊടുത്ത് കേണൽ അത് ഹാർഡ്വെയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ടാസ്കുകളെല്ലാം ചെയ്യാൻ പറ്റുന്നത്. അതർ യൂസർ പ്രോഗ്രാം ക്യാൻ ബി ബിൽഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ലോവർ ലെയേഴ്സ് യൂസിങ് ദീസ് ലെയർ ലെവൽ പ്രോഗ്രാംസ് ആൻഡ് സിസ്റ്റം കോൾസ്. യൂസർ പ്രോഗ്രാംസ് ക്യാൻ ബി ബിൽഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ലോവർ ലെയർ. യൂസർ പ്രോഗ്രാംസ് എപ്പോഴും നമ്മുടെ ഹയർ ലെയേഴ്സ് ആയിട്ടാണ് പറയുന്നത്. ടോപ്പ് ഓഫ് ദ കേണൽ ആൻഡ് ഷെൽ പ്രോഗ്രാംസ്. ഈ പറയുന്ന മൂന്ന് നേരത്തെ പറഞ്ഞത് ഹാർഡ്വെയർ ലെയർ അല്ല, കേണൽ ലെയറാണ്. ഷെൽ എന്നാണ് ഇതിനെ പറയുക. അതിലാണ് കമാൻഡ്സ് എല്ലാം ഉള്ളത്. ഈ പറയുന്ന ലെയറാണ് ശരിക്കും ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ ഗെയിം ഓപ്പൺ ചെയ്യും. ആ പറയുന്ന ഗെയിം ആവശ്യമായിട്ടുള്ള കമാൻഡുകൾ ഗെയിമിൻ്റെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഷെല്ലോട്ട് കൊടുക്കും. ഷെല്ല് കറസ്പോണ്ടിങ് പ്രോഗ്രാമിനെ വർക്ക് ചെയ്യാൻ വേണ്ടുന്ന സിസ്റ്റം കോൾസ് കേണലിൽ കൊടുക്കും. കേണൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഹാർഡ്വെയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് തിരിച്ച് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് പ്രൊവൈഡ് ചെയ്യും. ഈ പറയുന്ന രീതിയിൽ ഓരോ ലെയറും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആണ് വർക്ക് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മീൻസ് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാ ലെയേഴ്സും തമ്മിലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഫയൽ മാനേജ്മെൻറ്റ് ഇൻ യൂസർ പെർസ്പെക്റ്റീവ്. യൂസറിൻ്റെ പെർസ്പെക്റ്റീവിലുള്ള ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റം യുണിക്സിൻ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. ദ ഫയൽ സിസ്റ്റം. യുണിക്സ് ഫയൽ സിസ്റ്റം ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ, എബിലിറ്റി ടു ക്രിയേറ്റ് ആൻഡ് ഡിലീറ്റ് ഫയൽസ്, ഡൈനാമിക് ഗ്രോത്ത് ഓഫ് ഫയൽസ്, പെരിഫറൽ ഡിവൈസസ് ആൾസോ ട്രീറ്റഡ് ഫയൽസ്. ഇതിൽ പറയുന്നത് ഒന്നെന്ന് പറയുന്നത് യുണിക്സിൻ്റെ ഫയൽ സ്ട്രക്ചറിൽ ഹൈറാർക്കിക്കൽ ഇൻ നേച്ചറായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. അതിൽ എപ്പോഴും റൂട്ട് എന്ന് പറയുന്നത് ആയിരിക്കും റൂട്ട് നോഡായിട്ട് വരിക. സ്ലാഷ് എന്ന് പറയുന്നതാണ്
റൂട്ട് നോഡായിട്ട് വരിക. പിന്നെ ഈ പറയുന്നത് പോലെ ഇതുപോലെയാണ് ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ വരുന്നത് ട്രീ ഷേപ്പിൽ. അപ്പോൾ ഇതിൽ ഓരോ നോഡും ഓരോ നോൺ ലീഫ് നോഡും ഒരു ഡയറക്ടറി ആയിരിക്കും. അതുപോലെ അതിനകത്തുള്ള ലീഫ് നോഡെന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫയലായിരിക്കും. ഇനി എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നു, ഒന്ന് ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ, ദെൻ എബിലിറ്റി ടു ക്രിയേറ്റ് ആൻഡ് ഡിലീറ്റ് ഫയൽസ്. ഇതിൽ പറയുന്നത് പോലെ നമുക്ക് ഓരോ ഫയൽസ് ക്രിയേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഡൈനാമിക് ഗ്രോത്ത് ഓഫ് ഫയൽസ്, എത്ര സ്ട്രക്ചേർഡ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഹൈറാർക്കിക്കലായിട്ട് ചെയ്യാൻ പറ്റും. ഡൈനാമിക് ഗ്രോത്ത് ഓഫ് ഫയൽസ്, പെരിഫറൽ ഡിവൈസ് ആൾസോ ട്രീറ്റ് ആസ് എ ഫയൽസ്. നമുക്ക് പെരിഫറൽ ഡിവൈസും ഇവിടെ ഫയൽസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ദെൻ file system is organized in the form of tree. The root node is called root and it is denoted by slash. Every leaf node, non-leaf node is in this structure is directory and every leaf node is a file or a special device. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കുന്നത് /var/www/index.html എന്ന് പറയുന്ന ഒരു ഫയൽ സ്റ്റോർ ചെയ്തേക്കുന്നതാണ്. ഇവിടെ സ്ലാഷ് എന്ന് ഉദ്ദേശിക്കുന്ന സ്ലാഷ്. ഇനി ഈ പറയുന്ന നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാർ എന്ന് പറയുന്ന ഡയറക്ടറി, ആ ഡയറക്ടറിക്കകത്ത് വീണ്ടും ഒരു ഡയറക്ടറി വരെയാണ് www. ദെൻ ആ ഡയറക്ടറിക്കകത്ത് വരുന്ന ഒരു ഫയലാണ് index.html. ഇതുപോലെ നമുക്ക് എഴുതാൻ പറ്റുന്നത് സ്ലാഷിൽ നിന്നും ഡയറക്ടറി അടുത്ത വാർ, ആ ഡയറക്ടറിക്കകത്തുള്ള www, അതിനകത്തുള്ള ഇൻഡെക്സ് ഫയൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പാത്ത് എഴുതാൻ പറ്റുന്നത്. ഇതിനെയാണ് പാത്ത് എന്ന് പറയുക. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സ്ലാഷ് തൊട്ടേ റൂട്ട് തൊട്ടേ ഫയൽ വരെയുള്ള പാത്താണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറയാം അബ്സല്യൂട്ട് പാത്ത് എന്ന്. തിരിച്ച് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നാണ് നമ്മൾ പാത്ത് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പറയാം, നമുക്ക് ഇവിടെ നിന്ന് ഒരു പാത്ത് എഴുതാൻ പറ്റും. എഴുതുന്നത് www./www.index.html. ഇങ്ങനെയും നമുക്ക് ഫയൽ എഴുതാം, ഇങ്ങനെയും നമുക്ക് എഴുതാം. അങ്ങനെ എഴുതുന്നതിനെ പറയുന്നത് റിലേറ്റീവ് പാത്ത് എന്ന്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് റൂട്ട് സ്ലാഷ് എന്ന് റൂട്ടാണ്, റൂട്ട് നോഡെന്ന് പറയുന്നത് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്ലാഷാണ്. നോൺ ലീഫ് നോഡെന്ന് പറയുന്നത് ഡയറക്ടറിയാണ്. ലീഫ് നോഡെന്ന് പറയുന്നത് സ്പെഷ്യൽ ഫയൽസോ അല്ലെങ്കിൽ ഫയൽസോ ആവാം. പാത്ത് എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫുൾ പാത്താണെങ്കിൽ നമ്മൾ പറയും, അതിനെ പറയുന്നതാണ് ഫുൾ പാത്ത് സ്റ്റാർട്ട് വിത്ത് റൂട്ട് ഡയറക്ടറി അല്ലെങ്കിൽ സ്ലാഷ് ആൻഡ് specifies the files that can be found by traversing the tree. For some example of path could be /etc password, /bin, /who, /usr, /src program, /text.c. ഇങ്ങനെ പറയുന്നതെല്ലാം നമ്മൾ ഓരോ ഫയൽസിൻ്റെ പാത്താണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പറയുന്നതിൽ പാത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് റൂട്ട് ഡയറക്ടറിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ റൂട്ട് ഡയറക്ടറിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അബ്സല്യൂട്ട് പാത്ത്. പാത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ദ ഗിവൺ പാത്ത് ഓഫ് എനി ഫയൽ റിലേറ്റീവ് ടു എനി അതർ ഡയറക്ടറി. ഏതെങ്കിലും ഒരു ഡയറക്ടറിക്ക് അകത്ത് നിന്നിട്ടാണ് ആ പാത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം റിലേറ്റീവ് പാത്ത് എന്ന്. ഇതാണ് ഒരു ഡയറക്ടറി സ്ട്രക്ചറായിട്ട് പറഞ്ഞേക്കുന്നത്. റൂട്ട് നോഡ്, അതിലുള്ള ഡയറക്ടറീസാണ് ഈ പറയുന്ന ഓരോന്നും. ഈ പറയുന്ന ഡയറക്ടറീസിൽ ലീഫ് നോഡായിട്ട് വരുന്നത് ഫയൽസാണ്, നോൺ ലീഫ് നോഡായിട്ട് വരുന്നത് ഡയറക്ടറീസുമാണ്. നെക്സ്റ്റ്, ആർക്കിടെക്ചർ ഓഫ് യുണിക്സ് OS. യുണിക്സ് OSൻ്റെ ആർക്കിടെക്ചറാണ് ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇതിൽ ഈ ഡയഗ്രം ചിലപ്പം വരയ്ക്കേണ്ടി വരും. വരയ്ക്കുന്നത് ഓരോ ഫങ്ഷൻസും മനസ്സിലാക്കി വേണം വരയ്ക്കാനായിട്ട്. അപ്പം ഓരോന്നും എന്താണെന്ന് പറയാം. യൂസർ പ്രോഗ്രാംസ്, ലൈബ്രറീസ്,
ഇവിടെ ഒരു വരയിട്ടിട്ടുണ്ട്. അതെന്ന് പറയുന്നത് അതിന് മേളിലോട്ടുള്ളത് യൂസർ ലെവൽ, താഴോട്ടുള്ളത് കേണൽ ലെവൽ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫങ്ഷൻസ് എല്ലാം നടക്കുന്നത് ഇവിടെയാണ്. ദെൻ അതിൽ തന്നെ ഇത് സിസ്റ്റം കോൾ ഇൻ്റർഫേസ് മെയിനായിട്ടുള്ള ഇവൻറ്റ്സ് ഫയൽ സബ് സിസ്റ്റം, പ്രോസസ് കൺട്രോൾ സബ് സിസ്റ്റം, ബഫർ ക്യാഷ്, പിന്നെ ഡിവൈസ് ഡ്രൈവേഴ്സ്. ഇത് ഇത്രയാണ് കേണൽ ലെവലിലുള്ള മെയിൻ സംഭവം എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഹാർഡ്വെയർ കൺട്രോളറാണ് ശരിക്കും ഡിവൈസ് ഡ്രൈവേഴ്സ് യൂസ് ചെയ്ത് നമ്മുടെ ഹാർഡ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്ന് എന്താണെന്ന് പറയാം. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് യുണിക്സ് OS ആണ് തന്നേക്കുന്നത്. ഇറ്റ് ഷോസ് വേരിയസ് മോഡ്യൂൾസ് ആൻഡ് ദെയർ റിലേഷൻഷിപ്സ് വിത്ത് ഈച്ച് അതർ. In particular, it shows the file subsystem on the left and process control subsystem on the right. നമ്മൾ തന്നേക്കുന്ന ഫിഗർ വെച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അതിൽ ഫയൽ സബ്സിസ്റ്റം എന്ന് പറയുന്നത് ലെഫ്റ്റായിട്ടും പ്രോസസ് കൺട്രോൾ സബ്സിസ്റ്റം എന്ന് പറയുന്നത് റൈറ്റായിട്ടും കേണലിൻ്റെ ഫംഗ്ഷനായിട്ട് പറയുന്നുണ്ട്. ഫിഗർ ആൾസോ ഷോസ് 3 ലെവൽസ്: യൂസർ, കേണൽ ആൻഡ് ഹാർഡ്വെയർ. നേരത്തെ പറഞ്ഞൊരു 3 ലെയറായിട്ട്. സിസ്റ്റം കോൾ ആൻഡ് ലൈബ്രറി ഇൻ്റർഫേസ് മേഡ് ദ ബോർഡർ ബിറ്റ്വീൻ യൂസർ പ്രോഗ്രാം ആൻഡ് കേണൽ. പറയുന്ന ഫംഗ്ഷനിൽ യൂസർ പ്രോഗ്രാംസും ലൈബ്രറീസുമാണ് നമ്മൾ കേണലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സിസ്റ്റം കോൾസ് ലുക്ക് ലൈക്ക് ഓർഡിനറി ഫങ്ഷൻ കോൾസ് ഇൻ C പ്രോഗ്രാംസ്. യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾസ് എന്ന് നമ്മൾ യൂസർ പ്രോഗ്രാം ഏത് നമ്മുടെ കേണലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇൻ ബിറ്റ്വീൻ ഒരു സിസ്റ്റം കോൾ വർക്ക് ചെയ്യും. ഈ സിസ്റ്റം കോൾ എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് C പ്രോഗ്രാംസ്. ആ ഒരു C പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലൈബ്രറീസ് മാപ്പ് ദീസ് ഫങ്ഷൻ കോൾസ് ടു ദ പ്രിമിറ്റീവ് നീഡ്സ് ടു എൻ്റർ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലൈബ്രറി ഫങ്ഷനും കൂടെ മാപ്പ് ചെയ്തിട്ടാണ് ഓരോ ഫങ്ഷൻസ് വർക്ക് ചെയ്തിട്ട് യൂസർ ആപ്ലിക്കേഷന് വേണ്ടുന്ന കാര്യം ചെയ്യാനുള്ള പെർമിഷന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ ഫിഗർ partition the set of system call into those that interact with file subsystem and those that interact with process subsystem. System callsനെ 2 രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫയൽ സബ്സിസ്റ്റം സിസ്റ്റം കോൾസും പ്രോസസ് കൺട്രോൾ സബ്സിസ്റ്റം സിസ്റ്റം കോൾസുമായിട്ട്. ദെൻ എന്താണ് file subsystem? File subsystem manages files, allocating file space, administrating free space, controlling access to files and retrieving data for users. നമ്മൾ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്തേക്കുന്ന നമ്മൾ എടുക്കാൻ ആവശ്യമുള്ള ഫയൽസിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഫയൽ സബ്സിസ്റ്റം ചെയ്യുന്നത്. അത് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? മാനേജ് ഫയൽസ്, അലോക്കേറ്റിംഗ് ഫ്രീ സ്പേസിന് അലോക്കേറ്റ് ചെയ്യുക, ഫ്രീ സ്പേസിന് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക, ഫയലിന് സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, ഫയൽ ആക്സസിനെ കൺട്രോൾ ചെയ്യുക, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും, അതുപോലെ ഫയലിൽ നിന്ന് ഡേറ്റ യൂസറിന് പ്രൊവൈഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഫയൽ സബ്സിസ്റ്റം ചെയ്യുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ സബ്സിസ്റ്റം കുറച്ച് സിസ്റ്റം കോൾസ് യൂസ് ചെയ്യും. പ്രോസസ് ഇൻട്രാക്ട് വിത്ത് ദ ഫയൽ സബ്സിസ്റ്റം വൈ എ സ്പെസിഫിക് സെറ്റ് ഓഫ് സിസ്റ്റം കോൾസ് സച്ചസ്. ഏതൊക്കെയാണ് സിസ്റ്റം കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ, ക്ലോസ്, റീഡ്, റൈറ്റ്, സ്റ്റാറ്റ്, CHON, CHMOD. ഇത്രയും സിസ്റ്റം കോൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫയലിനെ
മാനേജ് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടു ഓപ്പൺ ദ റീഡ് റൈറ്റ് ഫയലിനെ റീഡ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുക, യൂസ് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യുക. റീഡ് ചെയ്യാനുള്ള സിസ്റ്റം കോൾ, റൈറ്റ് ചെയ്യാനുള്ള സിസ്റ്റം കോൾ. ക്വറി ദ ആട്രിബ്യൂട്ട് ഓഫ് ദ ഫയൽ സ്റ്റാറ്റ് സിസ്റ്റം കോൾ ചെയ്യുന്നതാണ്. chown ചെയ്യുന്നത് ചേഞ്ച് ദ റെക്കോർഡ് ഓഫ് ദ ഹൂ ഓൺസ് ദ ഫയൽസ്. റെക്കോർഡ്സ് മീൻസ് ഓണറിൻ്റെ വേറെബോട്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും, അതൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് chown. വേറെബോട്ട്സ് മീൻസ് ഓണറിൻ്റെ പേര്, ഓണറിൻ്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ളതാണ് chown. chmod മീൻസ് ചേഞ്ച് ദ ആക്സസ് പെർമിഷൻ ഓഫ് ദ ഫയൽ. ഒരു ഫയലിൻ്റെ ആക്സസ് പെർമിഷൻസിനെയെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആക്സസ് പെർമിഷൻസ് വരുന്നത് റീഡ് റൈറ്റ് എക്സിക്യൂട്ടിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബഫർ ക്യാഷിംഗ്. ബഫർ ക്യാഷിംഗ് ഫയൽ സബ്സിസ്റ്റം ആക്സസ് ഫയൽ ഡേറ്റ യൂസിങ്. ഫയലിന് വേണ്ടിയിരുന്നുള്ള കാര്യങ്ങൾ ഫയൽ സബ്സിസ്റ്റം എടുക്കുന്നത് ബഫർ യൂസ് ചെയ്തിട്ടാണ്. ബഫർ മെക്കാനിസം ദാറ്റ് റെഗുലേറ്റ്സ് ഡേറ്റ ഫ്ലോ ബിറ്റ്വീൻ കേർണൽ ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ്. നമുക്ക് ഫയലിൻ്റെ ഡേറ്റ എടുക്കാൻ വേണ്ടിയിട്ട് ഫയൽ സിസ്റ്റം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ ഫയൽ സിസ്റ്റം യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ യൂസ് ചെയ്ത് ഡേറ്റ എടുക്കണമെന്നുണ്ടെങ്കിൽ ബഫർ മെക്കാനിസം വേണം. ബഫർ ചെയ്യുന്നത് കേർണലിൽ നിന്നും സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലോട്ടും സെക്കൻഡറിയിൽ നിന്നും കേർണലിലോട്ടുമുള്ള ഡേറ്റ ഫ്ലോസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബഫർ മെക്കാനിസം യൂസ് ചെയ്യുക. ബഫർ മെക്കാനിസം ഇൻട്രാക്ട് വിത്ത് ദ ബ്ലോക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഡ്രൈവേഴ്സ് ടു ഇനിഷ്യേറ്റ് ഡേറ്റ ട്രാൻസ്ഫർ ടു ആൻഡ് ഫ്രം ദ കേർണൽ. നമ്മുടെ ബ്ലോക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഡ്രൈവേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹാർഡ്വെയർ ആയിട്ട് കേർണൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യങ്ങളെ ഇനിഷ്യേറ്റ് ചെയ്ത് ഇൻട്രാക്ട് ചെയ്യിക്കുന്നതാണ് ബഫർ ക്യാഷിംഗ് ചെയ്യുന്നത്. ഡിവൈസ് ഡ്രൈവേഴ്സ് ആർ ദ കേർണൽ മൊഡ്യൂൾ ദാറ്റ് കൺട്രോൾ ദ ഓപ്പറേഷൻ ഓഫ് പെരിഫറൽ ഡിവൈസ്. പെരിഫറൽ ഡിവൈസിൻ്റെ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഡിവൈസ് ഡ്രൈവേഴ്സ് ചെയ്യുന്നത്. എല്ലാ ഡിവൈസിനും അതിൻ്റേതായിട്ടുള്ള ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ട്. ഇൻപുട്ടിന് യൂസ് ചെയ്യുന്ന കീബോർഡിനും ഔട്ട്പുട്ടിന് യൂസ് ചെയ്യുന്ന മോണിറ്ററിനും എല്ലാം ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ട്. ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കേർണൽ ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫയൽ സബ്സിസ്റ്റം ആൾസോ ഇൻട്രാക്ട്സ് ഡയറക്ട്ലി വിത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഡ്രൈവേഴ്സ് വിത്തൗട്ട് ദ ഇൻട്രാക്ഷൻ ഓഫ് ദ ബഫർ മെക്കാനിസം. ഇതിൽ ഫയൽ സബ്സിസ്റ്റത്തിന് ഡയറക്റ്റായിട്ട് നമ്മുടെ ഡിവൈസ് ഡ്രൈവേഴ്സുമായിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഡ്രൈവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന സാഹചര്യവും ഉണ്ടാവാറുണ്ട്. ഇതെന്ന് പറയുന്നതാണ് ബഫർ ക്യാഷിംഗ് എന്ന് പറയുന്നത്. Process control subsystem. The process control subsystem is responsible for process synchronization, inter-process communication, memory management, process scheduling. Process synchronization means നടക്കുന്ന പ്രോസസ്സുകളെല്ലാം ഒരുപോലെ നടക്കാൻ വേണ്ടിയിട്ടാണ് പ്രോസസ് സിങ്ക്രണൈസേഷൻ യൂസ് ചെയ്യുന്നത്. ഒന്നിലധികം പ്രോസസ്സുകൾ ഒരേ സമയം വന്നു കഴിയുമ്പോൾ അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പ്രോസസ് സിങ്ക്രണൈസേഷൻ ചെയ്യുന്നത്. ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, പ്രോസസ്സുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മെമ്മറി മാനേജ്മെൻറ്റ് മീൻസ് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന പ്രോസസ്സ് ആവുന്നത് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാൻ പ്രോസസ് സിങ്ക്രണൈസേഷനും അതിൻ്റെ കമ്മ്യൂണിക്കേഷന് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യും. അതിന് മെമ്മറി കൊടുക്കുക എന്നുള്ളതാണ് മെമ്മറി മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അതിനെ ഓരോന്നോരോന്നായിട്ട് ഷെഡ്യൂൾ ചെയ്യാനാണ് പ്രോസസ് ഷെഡ്യൂളിംഗ് യൂസ് ചെയ്യുന്നത്. ദ ഫയൽ സബ്സിസ്റ്റം ആൻഡ് ദ പ്രോസസ് കൺട്രോൾ സബ്സിസ്റ്റം ഇൻട്രാക്ട് വെൻ ലോഡിങ് എ ഫയൽ ഇൻ ടു മെമ്മറി ഫോർ എക്സിക്യൂഷൻ. എപ്പോഴും ഒരു ഫയൽ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്താണ് അത് പ്രോസസ്സ് ആവുന്നത്. പ്രോസസ്സ് ചെയ്യാൻ നേരത്താണ് ഫയൽ സബ്സിസ്റ്റവും പ്രോസസ് കൺട്രോൾ സബ്സിസ്റ്റവും തമ്മിലുള്ള ഇൻട്രാക്ഷൻ നടക്കുന്നത്. ഇൻട്രാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഫയൽ കൺട്രോൾ സബ്സിസ്റ്റം പ്രോസസ് കൺട്രോൾ സബ്സിസ്റ്റം യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾസ് ആണ്. ഒന്നെന്ന് പറയുന്ന ഫോർക്ക്, 2 എക്സിക്യൂട്ട്, EXE എക്സിക്യൂട്ട്, എക്സിറ്റ്,
BRK, സിഗ്നൽ, ഇതൊക്കെയാണ് നമ്മുടെ പ്രോസസ് കൺട്രോൾസ് സബ്സിസ്റ്റത്തിൻ്റെ സിസ്റ്റം കോൾസ് എന്ന് പറയുന്നത്. നേരത്തെ ഫയൽ കൺട്രോൾ സബ്സിസ്റ്റത്തിൻ്റെ സിസ്റ്റം കോൾസ് ആണ് ഓപ്പൺ ക്ലോസ് ഒക്കെ. അതുപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടുന്ന മെയിനായിട്ടുള്ള സിസ്റ്റം കോൾസാണ് ഇതൊക്കെ. അതിൽ ഫോർക്ക് എന്ന് പറയുന്നത് ഒരു പുതിയൊരു ഫയൽ മെമ്മറിയിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്തെ അത് പ്രോസസ്സ് ആക്കുന്നത് ഫോർക്കാണ്. ദെൻ ഓവർലേയിങ് ദ ഇമേജ് ഓഫ് ദ പ്രോഗ്രാം ഇൻ ടു റണ്ണിങ് പ്രോസസ്സ്. പ്രോസസ്സിനെ റൺ ചെയ്യിക്കുന്നത് EXE പ്രോസസ്സാണ്. ചെയ്തതിന് ശേഷം അതിനെ ഫിനിഷ് ചെയ്യിക്കുന്നത് എക്സിറ്റാണ്. ഇനി ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഇവൻറ്റോ മറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രോസസ്സിനെ മെമ്മറിയിൽ വെയിറ്റ് ചെയ്തിപ്പിച്ചിട്ട് ബാക്കിയുള്ളതിനൊരു അവസരം കൊടുക്കുന്നത് വെയിറ്റ് പ്രോസസ്സാണ്. സിങ്ക്രണൈസ് പ്രോസസ് എക്സിക്യൂഷൻ വിത്ത് എക്സിറ്റ് ഓഫ് എ പ്രീവിയസ് ഫോർക്ക് പ്രോസസ്. BRK കൺട്രോൾ ദ സൈസ് ഓഫ് മെമ്മറി അലോക്കേഷൻ പ്രോസസ്സ്. മെമ്മറി ആയിട്ട് റിലേറ്റ് ചെയ്ത് മെമ്മറി അലോക്കേറ്റ് ഒക്കെ ചെയ്യുന്നതാണ് BRK പ്രോസസ്സ്. സിഗ്നൽ മീൻസ് കൺട്രോൾ പ്രോസസ് റെസ്പോൺസ് ടു എക്സ്ട്രാ ഓർഡിനറി ഇവൻറ്റ്സ്. എക്സ്ട്രാ ഓർഡിനറി ഇവൻറ്റ്സ് ഇൻ സെൻസ് എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലും ഇൻട്രപ്റ്റോ കാര്യങ്ങളൊക്കെ വന്ന് പ്രോസസ്സിനെ നിർത്തി ഏതെങ്കിലും രീതിയിൽ അടുത്ത ഇവൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറിയെയും പ്രോസസ്സിനെയും അറിയിക്കുന്നത് സിഗ്നലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെമ്മറി മാനേജ്മെൻറ്റ് എന്താണ്, മെമ്മറി മാനേജ്മെൻറ്റ് മോഡ്യൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. മെമ്മറി മാനേജ്മെൻറ്റ് മോഡ്യൂൾ കൺട്രോൾ ദ അലോക്കേഷൻ ഓഫ് മെമ്മറി. മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇഫ് അറ്റ് എനി ടൈം ദ സിസ്റ്റം ഡസ് നോട്ട് ഹാവ് ഇനഫ് ഫിസിക്കൽ മെമ്മറി ഫോർ ആൾ പ്രോസസ്, ദ കേർണൽ മൂവ് ദം ബിറ്റ്വീൻ മെയിൻ മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി so that all process get a fair chance to execute. നമുക്ക് ഫിസിക്കൽ മെമ്മറി ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ മെയിൻ മെമ്മറിയിൽ നിന്നും സെക്കൻഡറി മെമ്മറിയിലോട്ടും സെക്കൻഡറി മെമ്മറിയിൽ നിന്നും മെയിൻ മെമ്മറിയിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റേഴ്സിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഉള്ള പ്രോസസ്സുകൾക്ക് വേണ്ടുന്ന രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള മെമ്മറി പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ഈ പറയുന്ന രീതിയിൽ ഇതിനെ സ്വാപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ മെമ്മറിയിൽ നിന്നും പ്രോസസ്സിനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെ മെമ്മറി സ്വാപ്പിംഗ് എന്നും ആവശ്യമനുസരിച്ച് ഹാർഡ് ഡിസ്കിൽ നിന്ന് പേജസ് എടുക്കുന്നതിന് ഡിമാൻഡ് പേജിംഗ് എന്നും പറയും. മീൻസ് സ്വാപ്പർ പ്രോസസ് ഈസ് sometimes called the scheduler because it is schedules the allocation of memory for process and influence the operation of the CPU scheduler. മെമ്മറി മാനേജ്മെൻറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് സ്വാപ്പർ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്. സ്വാപ്പറിനെ നമ്മൾ ഷെഡ്യൂളർ എന്ന് പറയും. ആവശ്യാനുസരണം മെമ്മറിയിൽ നിന്നും പ്രോസസ്സിലോട്ടും പ്രോസസ്സറിൽ നിന്നും മെമ്മറിയിലോട്ടും പ്രോസസ്സുകളെ ഷെഡ്യൂൾ ചെയ്യിക്കുക എന്നുള്ളതാണ് ഷെഡ്യൂളറിൻ്റെ ഉദ്ദേശം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷെഡ്യൂളർ മോഡ്യൂൾ അലോക്കേറ്റ് CPU ടു പ്രോസസ്. ഇറ്റ് ഷെഡ്യൂൾ ദം ടു റൺ ഇൻ ടേൺ അണ്ടിൽ ദേ leave CPU while waiting a resource or until the process preempt them when their recent run time exceeds a time. ഷെഡ്യൂളർ യൂസ് ചെയ്യുന്നത് ഓരോ പ്രോഗ്രാമിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള റിസോഴ്സും അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ടൈമിലും എക്സിക്യൂട്ട് ചെയ്ത് പ്രിയംപ്റ്റ് ചെയ്യപ്പോൾ അടുത്ത പ്രോസസ്സിന് റൺ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ളതാണ് പ്രോസസ് ഷെഡ്യൂളിംഗ് മോഡ്യൂൾ ചെയ്യുക. The scheduler then choose the higher priority eligible process to run. The original process will run again, then it is the highest priority eligible process available. എപ്പോഴും ഷെഡ്യൂളർ ചൂസ് ചെയ്യുന്നത് ഹയർ പ്രയോറിറ്റി എലിജിബിൾ ആയിട്ടുള്ള പ്രോസസ്സുകളെ ആയിരിക്കും. ഇനി ഡയഗ്രാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. നമ്മൾ 3 ലെവൽസ് ആയിട്ടാണ് ആർക്കിടെക്ചർ പറയുന്നത്. ഇതെന്ന് പറയുന്നത് യൂസർ, E3 കേണൽ, ദെൻ ഇത് ഹാർഡ്വെയർ. അതിൽ യൂസർ പ്രോഗ്രാംസ് ഏതെങ്കിലും ഒരു ഫയൽ ആവശ്യമായിട്ട് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അത് കറസ്പോണ്ടിങ് സിസ്റ്റം കോളിലോട്ടാണ് കൊടുക്കുന്നത്. സിസ്റ്റം കോൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് ലൈബ്രറീസ് യൂസ് ചെയ്ത്
സിസ്റ്റം കോൾ ഇൻ്റർഫേസിൽ വന്നു. ഏതെങ്കിലും ഫയൽ ഓപ്പൺ ചെയ്യാനാണെങ്കിൽ ഫയൽ സിസ്റ്റം കോളിൽ പോവും. ഏതെങ്കിലും ഫയൽ സിസ്റ്റം കോൾസ് യൂസ് ചെയ്ത് ഫയൽ സിസ്റ്റം കോൾസ് നമ്മൾ പഠിച്ചു. ഓപ്പൺ, ക്ലോസ്, റീഡ്, റൈറ്റ് പോലുള്ള സിസ്റ്റം കോൾസ് യൂസ് ചെയ്ത് ഫയൽ എക്സിക്യൂട്ട് ചെയ്യും. ഫയൽ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്നതും വെക്കുന്നതൊക്കെ നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസാണ്. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ഇവിടെയാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ സഹായിക്കുന്നത് ബഫർ ക്യാഷിംഗ് ആണ്. ബഫർ ക്യാഷിംഗ് മെമ്മറിയിൽ നിന്നും ഫയൽസിനെ എടുക്കാനും വെക്കാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഫയൽ സിസ്റ്റത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഡ്രൈവറിലോട്ട് പോയി എടുക്കാൻ പറ്റും ചില സാഹചര്യങ്ങൾ. അല്ല എന്നുണ്ടെങ്കിൽ ബഫർ ക്യാഷിംഗ് യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് എടുക്കേണ്ടി വരും. ഏത് തന്നെയാണെങ്കിലും ഡിവൈസുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫയൽ സിസ്റ്റം നടത്തുന്നത് ഇൻ ബിറ്റ്വീനുള്ള ഡിവൈസ് ഡ്രൈവേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഡിവൈസ് ഡ്രൈവേഴ്സാണ് ഈ പറയുന്ന രീതിയിൽ ഹാർഡ്വെയറിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഫയൽ സിസ്റ്റത്തിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓരോ എക്സ്റ്റേണൽ ഡിവൈസിനും അതിൻ്റേതായിട്ടുള്ള ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോസസ്സാവും. പ്രോസസ്സിനെ മാനേജ് ചെയ്യുന്നത് പ്രോസസ്സ് കൺട്രോൾ സബ്സിസ്റ്റമാണ്. അതിനെ കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ മോഡ്യൂളുണ്ട്, ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി ഷെഡ്യൂളർ മോഡ്യൂളുണ്ട്, അതിന് മെമ്മറി മാനേജ് ചെയ്യാൻ വേണ്ടി മെമ്മറി മാനേജ്മെൻറ്റ് മോഡ്യൂളുണ്ട്. ഇനി ഈ പറയുന്നതിലുള്ള സിസ്റ്റം കോൾസാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫോർക്ക്, പുതിയ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫോർക്ക് യൂസ് ചെയ്യും. എക്സിക്യൂട്ട്, വെയിറ്റ്, സിഗ്നൽ പോലുള്ള സിസ്റ്റം കോൾസ് യൂസ് ചെയ്തിട്ടാണ് പ്രോസസ്സറിൽ പോയി എക്സിക്യൂട്ട് ആവുന്നത്.